ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടവച്ച കോഴിമുട്ടകൾ വിരിഞ്ഞു. അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണിത്. അല്ലാതെ കാര്യമായിട്ട് വീഡിയോയിലൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ പൂവൻ കോഴിയാണ്. അവൻ രാത്രി കൂട്ടി കയറില്ല, കാവലായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കും. 19ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തുടങ്ങിയായിരുന്നു. നമ്മൾ രാത്രി ഒന്ന് ചെന്ന് നോക്കി, ആകാംക്ഷ സഹിക്കാൻ പറ്റാതെ, പക്ഷെ കാണാൻ പറ്റിയില്ല കോഴിക്കുഞ്ഞിനെ. പിന്നെ 20ാമത്തെ ദിവസം രാവിലെ നോക്കിയപ്പോൾ ആ ഒരാൾ മാത്രമേ വിരിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മുട്ട പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു, കൊത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ചു. നമ്മൾ 20ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും 2 മുട്ട പൊട്ടാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മൾ പൊട്ടിച്ച് വെച്ചു. കാരണം ഇത് മുട്ടയുടെ ഉള്ളിലിരുന്ന് ചിലപ്പോൾ മുട്ട പൊട്ടാതെ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന ഒരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 21 ദിവസം വേണമെന്ന് വിചാരിച്ച് നമ്മൾ പൊട്ടിക്കാതെ ഇരുന്നു. പക്ഷേ മുട്ട പൊട്ടിയില്ല, കുഞ്ഞതിലിരുന്ന് ചത്തുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വേഗം നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചു. അപ്പോൾ പൊട്ടിച്ച് വെച്ച് 2 മുട്ട ആണ് കറുത്ത കുഞ്ഞുങ്ങളുണ്ടായത്. അവരിൽ ഒരാൾക്ക് കുറച്ചൊരു ഉഷാർ കുറവുണ്ടായിരുന്നു. 21ാമത്തെ ദിവസം രാവിലെ ആയിട്ടും അവരത്ര സുഖമായിട്ടിരിക്കുന്നുണ്ടായില്ല. പക്ഷേ വൈകിട്ടായപ്പോഴേക്കും അവർ ഓക്കെ ആയി. അമ്മയുടെ ചൂടൊക്കെ കൊണ്ട് പിന്നെയും നല്ല ആക്റ്റീവായിട്ട് മാറി. ഇത് ഈ കോഴിക്കുഞ്ഞിൻ്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ ഒരു ചുവന്ന കളറുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പഞ്ഞി മിഠായി പോലത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല ലവബിളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. എല്ലാവരും ഇപ്പോൾ നല്ല ഉഷാറായിട്ടിരിക്കുന്നു. കറുത്ത കുഞ്ഞും ഇപ്പോൾ ഉഷാറായി. അന്ന് അവന് കുറച്ച് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാലൊക്കെ അങ്ങോട്ട് ഉറച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ ചൂടൊക്കെ കൊണ്ട് അവൻ ഓക്കെ ആയി വന്നു. നമ്മൾ ആദ്യത്തെ 2 ദിവസം കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല. നമ്മൾ കുറച്ച് സ്റ്റാർട്ടറും അവിൽത്തവിടും കൂടെ മിക്സ് ചെയ്തും വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയൊക്കെയാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അമ്മക്കോഴിയുടെ കൂടെ ചിക്കിച്ചകഞ്ഞ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പൂവൻ കോഴികളാണ് ഇപ്പോൾ നമുക്കൊരു സഹായം. കാരണം കോഴിക്കുഞ്ഞുങ്ങളുടെ ഒച്ച കേട്ട് കീരികളൊക്കെ രണ്ടാമത് വന്നു തുടങ്ങിയപ്പോൾ പൂവൻ കോഴികൾ ഒച്ചയുണ്ടാക്കി പുറകെ ചെന്ന് അവരെ കൊത്തി ഓടിക്കാനൊക്കെ ചെല്ലും. അപ്പോൾ നമ്മൾ വേഗം തന്നെ ചെന്ന് നോക്കും. പൂവൻ കോഴികൾ അവരെ ഓടിച്ചു വിട്ടിട്ടുണ്ടാവും. പൂവൻ കോഴികൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കൊത്തു കിട്ടും. കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അവൻ നല്ല കൊത്തു കിട്ടും. 2 പൂവൻ കോഴികളുണ്ട്. അവർ നേരിട്ട് കണ്ടാലും തല്ലുകൊടുത്താണ്. പക്ഷേ അവൻ്റെ പിള്ളേരാരെങ്കിലും തൊടാൻ വന്നാൽ അവൻ സമ്മതിക്കില്ല. രണ്ടാളും കീരികളെ ഓടിച്ചു വിടും. ഇത് നമ്മുടെ കുഞ്ചിയമ്മയുടെ ഒരു കുഞ്ഞാണ്, കുറച്ച് വലുതായിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഞാനെപ്പോഴും എടുത്തു വയ്ക്കാറുണ്ട്. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നമ്മുടെ പൂവൻ കോഴിയാണെങ്കിൽ കൂടിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ ഏത് സമയവും കൂവിക്കൊണ്ടിരിക്കുകയാണ്. അവനെല്ലായിടത്തും അവൻ റോന്തു ചുറ്റി അവനൊരു വലിയേട്ടൻ പോലെ ചമഞ്ഞ് നടക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. അവനെ ഇപ്പോൾ കാണാൻ പറ്റും. രാത്രി കൂട്ടി കയറിയില്ല, കയറിക്കഴിഞ്ഞാൽ മറ്റേ പൂവൻ കോഴിയായിട്ട് തല്ലുകൊടുത്താണ്. ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിലുള്ളത്. വെറുതെ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ ഷോർട്സായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും. താങ്ക് യു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതിപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 10 മുട്ടയാണ് അടവെച്ചത്. അതിൽ 6 കേട്ടോ വിരിഞ്ഞത്, 4 കേടായിപ്പോയി. ഇതാദ്യമായിട്ട് ഇരിക്കുന്ന ഒരു കോഴിയാണ്. അപ്പോൾ അവൾ നന്നായി കവർ ചെയ്തിരുന്നിട്ടുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ മുട്ടകൾ പുറത്തിരിക്കുന്ന കണ്ടിട്ട് നമ്മൾ അവളുടെ അടിയിലേക്ക് വച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ചിറകിൻ്റെ അടിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മുട്ട പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവളത് എടുത്ത് അടിയിലേക്ക് വയ്ക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കാണുമ്പോൾ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 മുട്ട കേടായിപ്പോയി, ചൂട് കിട്ടാത്തത് കൊണ്ടായിരിക്കും.